ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡൊക്കെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന് സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ടും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ എടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതിയാകും. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒന്നും കൂടി പോകാതെ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് മാവ് റെഡിയായി കിട്ടാനായിട്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറേശ്ശെ മാവ് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്രെഡൊക്കെ വീട്ടിലുള്ള സമയത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അവർക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഒരു സൈഡൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഒരുപാട് സമയം നമ്മൾ ഇത് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. ഈ ഒരു പരുവത്തിനുമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഭാഗ്യം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്